ദാനിയേൽ പ്രവചനം 7-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നാം ആ 12 അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഹിസ്റ്ററി ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രമാണ് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 6 അധ്യായങ്ങൾ പ്രവചനമാണ്. അത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരല്പം കട്ടിയായിട്ടുള്ള വിഷയങ്ങളാണ് 7-ാം അധ്യായം മുതൽ ഉള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ വായിക്കുന്ന ഒരു പഠിതാവിന് വളരെ വേഗത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മനസ്സിലാകും. 2-ാം അധ്യായത്തിലെയും 4-ാം അധ്യായത്തിലെയും സ്വപ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ഗ്രഹിക്കാവുന്നതാണ്. എന്നാൽ 7-ാം അധ്യായം മുതലുള്ള വിഷയങ്ങൾ നമുക്ക് ഒരല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ സിംഹത്തെയും കരടിയെയും പുള്ളിപ്പിലിയൊക്കെ കണ്ടിട്ട് പലരും അത് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ തുടർന്ന് നമ്മൾ അല്പം കൂടെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമുക്ക് ദൈവം ഒരു കൃപ തരട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ആത്മീയമായ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തി തന്നുകൊള്ളും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയായിരുന്നു, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, നമുക്ക് ആത്മീയ ശിശുക്കളായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കട്ടിയുള്ള വിഷയങ്ങളൊന്നും തന്നെ മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം ആ സമയത്ത് നമുക്ക് വേണ്ടത് അന്നേരം തരും. അല്പം കൂടെ പ്രായമാകുമ്പോൾ അങ്ങനെ തരും. അങ്ങനെയാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മുൻകാലങ്ങളിലൊക്കെ, പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഇപ്പോഴാണ് നമുക്കിപ്പോൾ ഈ ബ്രോയിലർ ചിക്കനൊക്കെ ആയത്. മുൻകാലങ്ങളിൽ വീട്ടിൽ വളർത്തുന്ന കോഴികളായിരുന്നു. ആ കോഴികൾ കുറേ അങ്ങ് മൂത്ത് കഴിയുമ്പോഴാണ് മിക്കവാറും പൂങ്കോഴികളെ ഒക്കെ കശാപ്പ് ചെയ്യുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കലോ 6 മാസം കൂടിയിരിക്കുമ്പോഴോ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഈ വീട്ടിൽ ഇങ്ങനെ കോഴിയെ കൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിയുള്ള ഇറച്ചിയാണ്. അപ്പോൾ അപ്പനും മകനും കൂടെ കഴിക്കാനിരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു 5 വയസ്സുകാരൻ ആദ്യം അപ്പൻ്റെ ആ പ്ലേറ്റിലിരിക്കുന്ന വലിയ മുട്ടത്തെ കയറി പിടിച്ച് കുറേ നേരം കടിക്കും. കടിച്ചു കഴിയുമ്പം ഒന്നും കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ നേരെ അപ്പൻ്റെ പാത്രത്തിൽ തന്നെ വെക്കും. സ്തോത്രം. അപ്പൻ അന്നേരം എന്ത് ചെയ്യും? അപ്പൻ ഇവന്റെ ബന്ധപ്പാടെല്ലാം കൂടെ കാണുമ്പം ആമേൻ, അപ്പൻ അന്നേരം അവന് ദഹിക്കാൻ 5 വയസ്സുകാരനോ 4 വയസ്സുകാരനോ ദഹിക്കത്തക്ക നിലയിൽ അല്പം കയ്യിലെടുത്ത് ഞെരടി അവന്റെ വായിൽ വെച്ചു കൊടുക്കും. അന്നേരത്തേക്ക് അവനത് മതി. വലിയ മുട്ട ഒന്നും കടിച്ച് തിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ കുറെ പ്രായമായി കഴിയുമ്പോൾ അവൻ തന്നെ ഇതെല്ലാം കഴിച്ചോളും. ഇതുപോലെ കടിച്ചാൽ കിടിയിട്ടാത്ത കാര്യങ്ങളൊക്കെ അപ്പന്റെ പ്ലേറ്റിൽ തന്നെ അങ്ങ് തിരിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് അവനത് തന്നുകൊള്ളും. ഹല്ലേലൂയ. നമ്മൾ ആത്മീയമായി വളരുന്നതിനനുസരിച്ച് ദൈവം നമുക്കത് തന്നുകൊള്ളും. അതുകൊണ്ട് ഈ 7-ാം അധ്യായം മുതൽ ചില വിഷയങ്ങള് നമ്മൾ പഠിക്കുമ്പോൾ ആത്മീയമായി പക്വത പ്രാപിക്കുന്നതിലേക്ക് നമ്മൾ വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇബ്രാഹിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ഇപ്പോഴും പാലത്രേ ആവശ്യം. എല്ലാ സഭകളിലും ചെല്ലുമ്പോൾ ഹല്ലേലൂയ പൗലോസ് കാണുന്നത് ഹല്ലേലൂയ പാൽ കുപ്പിയും കൊണ്ട് കുറെ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദൈവദാസന് വളരെ വേദന ഉണ്ടായി പറയുകയാണ്, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കേണ്ട ആളുകളാണ്, പക്ഷേ ഇപ്പോഴും പാലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പത്രോസിന്റെ വള്ളത്തേലെ മീൻ്റെ എണ്ണം അവൻ പറഞ്ഞു തീർന്നില്ല. സ്തോത്രം. ഏലിയാവിന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല. അതിൽ കട്ടിയായിട്ടുള്ളതൊന്നും പറഞ്ഞാൽ ദഹിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ആത്മീയമായി വളരുന്നതിനനുസരിച്ച് നമുക്ക് ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ 6 അധ്യായങ്ങൾ ഹിസ്റ്ററി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ആരെങ്കിലും ഒന്ന് വായിക്കാമോ?
ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഒന്നാമത്തത് സിംഹത്തോട് സദൃശം, അഴുകും ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ എന്റെ ചിറക് കരിഞ്ഞുപോയി. അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിനെ മനുഷ്യ ഹൃദയവും കൊടുത്തു. രണ്ടാമത്തത് കരടിയുള്ള ദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയത് വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുഖത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഗൗരവവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമത് ഒരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർത്തുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ശക്തി കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ നീ ഇവിടെ വന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്താൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമുള്ളതിനായി സ്തോത്രം. വചനത്തിന്റെ വാതിൽ അടിയങ്ങൾക്കായി തുറക്കണമേ കർത്താവേ. ഏറിയ പ്രാഗൽഭ്യത്തോടെ വചനം പറയുവാൻ അടിയന്റെ അധരത്തിന് ബലം നൽകണമേ. ആത്മാവിലല്ലാതെ ഒന്നും പറയുവാൻ സ്വർഗം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണാതെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നീ തന്നെ മറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അടിയൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ നടുവിൽ വ്യാപരിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ഇളയവർ ഒന്നിച്ച് ചോദിക്കുന്നു, ക്രതോനി കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മള് ദാനിയേൽ കണ്ട ഒരു ദർശനമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. പ്രധാനമായും 4 ദർശനങ്ങൾ ദാനിയേൽ കാണുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവിനെയും ദൈവം കാണിക്കുന്നു. ഈ 4 ദർശനങ്ങൾ ദൈവം കാണിക്കുമ്പോൾ അത് അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നെബൂഖദ്നേസർ രാജാവിനെ ദൈവം ആ വലിയൊരു ബിംബം കാണിച്ചെങ്കിലും, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചെങ്കിലും, എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ ഓരോന്നും വരുമ്പോഴാണ് അത് അതിൽ തന്നെ പൂർണ്ണമല്ലായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇത് 4ആയിട്ട് കാണിച്ചത്. ഞാൻ ആ 2-ാം അധ്യായം എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ജാതീയ രാജാവായ നെബൂഖദ്നേസർ കണ്ടപ്പോൾ ഒരു വലിയ ബിംബമായിട്ടാണ് ലോകരാഷ്ട്രങ്ങളെ കണ്ടത്, ലോകത്തിൽ വരാനുള്ള രാജ്യങ്ങളെ കണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ ദാനിയേൽ കാണുന്ന ദർശനം നാം കാണുമ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 ഘോര മൃഗങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ ജാതീയ രാജാവ് നെബൂഖദ്നേസർ കണ്ടതും ഒരു ദൈവവൈതൽ കണ്ടതും തമ്മിലുള്ള വലിയ വ്യത്യാസം നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയുന്നു. എന്താ വ്യത്യാസം? ലോകജാതീയ രാജാവായ മനുഷ്യൻ നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ രാജാവിന്റെ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളുടെ പ്രതാപം എല്ലാം വളരെ മനോഹരമായ ഒരു ബിംബമായിരിക്കുന്നു. അതിനകത്ത് വെള്ളിയുണ്ട്, പൊന്നുണ്ട്, അതുപോലെ തന്നെ താമ്രമുണ്ട്, ഇരുമ്പുണ്ട്. ഇതൊക്കെ വളരെ മനോഹരങ്ങളായ ലോഹങ്ങളാണ്. അപ്പോൾ ലോക മനുഷ്യന്റെ നോട്ടത്തിൽ ഈ ലോക രാജ്യത്വം എന്ന് പറയുന്നത് വളരെ മനോഹരവും സൗന്ദര്യവുമുള്ളതായിട്ടാണ് അവർ കാണുന്നത്. ഈ ലോകത്തിന്റെ മഹത്വം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്ത് സാത്താൻ പറഞ്ഞു, ഈ ലോകവും ഇതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം എന്നാണ് പറഞ്ഞത്. ഈ ലോകം മാത്രമല്ല, ഇതിന്റെ മഹത്വം. എന്താണ് മഹത്വം? ഈ ലോകത്തിന്റെ മഹത്വം അതിന്റെ ധനമാണ്. അപ്പോൾ ആ മഹത്വം കൂടെ ഞാൻ നിനക്ക് തരാം എന്നാണ് സാത്താൻ പറയുന്നത്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ആളുകളും നോക്കുമ്പോൾ ഇതിന് മഹത്വമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളമോ, അവൻ നോക്കുമ്പോൾ, അവൻ കാണുമ്പോൾ, അവന്റെ കാഴ്ചപ്പാടിൽ, അവന്റെ ദർശനത്തിൽ, ദാനിയേൽ കാണുന്ന ദർശനത്തിൽ വലുതും ഭയങ്കരവുമായിട്ടുള്ള
ഘോര മൃഗങ്ങളായിട്ടാണ് ഈ ലോക രാജ്യത്വങ്ങളെയും ഇതിന്റെ പ്രതാപത്തെയും കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കളാണ് നമ്മളും ഒരു കാര്യം ഓർത്തുകൊള്ളണം. ലോക മനുഷ്യന്റെ കാഴ്ചപ്പാടിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ എത്ര മനോഹാരിത കണ്ടാലും അത് ഘോര മൃഗങ്ങളായിട്ടാണ്, വിവേചന ഇല്ലാത്ത, ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാത്ത, തിന്നുകയും തകർക്കുകയും ചെയ്യുന്നതായിട്ട്, ശേഷിപ്പുള്ളതിനെ ചവിട്ടിക്കളയുന്നതായിട്ടുള്ള മൃഗങ്ങളായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുവാനായി. ലോക മനുഷ്യനെ ശ്രദ്ധിച്ചാലും മൃഗതുല്യമായിട്ടാണ് തിരുവചനം അതിനെ പഠിപ്പിക്കുന്നത്. നമ്മൾ 49 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. എന്താണ് മൃഗത്തിന്റെ പ്രത്യേകത? മൃഗത്തിന് വിശക്കുമ്പോൾ അതിന് ഭക്ഷണം കഴിക്കുമ്പോൾ, മൃഗത്തിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, മൃഗങ്ങൾ അതിനെ വളർത്തുന്നു, മൃഗങ്ങൾ അതിനെ വളർത്തി അതിന്റെ വഴിക്ക് വിടുന്നു. മനുഷ്യനെ ശ്രദ്ധിച്ചാലും അവന് വിശക്കുമ്പോൾ അവന് ഭക്ഷണം കഴിക്കണം, അവന് അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അവന് ഭക്ഷണത്തിന് വേണ്ടിയും അവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും. അത് മാത്രമല്ല, അവന് പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ വിശ്രമം വേണം. അത് മാത്രമല്ല, അവന് വിനോദം വേണം. തന്റെ ആത്മാവിനെ കുറിച്ച് വിചാരമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗ തുല്യമായിട്ടാണ് ജീവിക്കുന്നത്. ലൂക്കോസ് 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ആ ധനവാനായ മനുഷ്യൻ ലോകത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടെ താൻ ജീവിക്കുമ്പോൾ അവന്റെ വസ്തുവകയെല്ലാം വളരെ വലുതായി, അല്ലെങ്കിൽ അവൻ ആ ധനം വർദ്ധിച്ചു, അവന്റെ കൃഷിഭൂമി എല്ലാം വിളഞ്ഞ് നല്ലതായിരിക്കുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്നത്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അതുകൊണ്ട് ഈ രണ്ട് സ്വപ്നങ്ങളും വ്യത്യസ്തമായിരിക്കുന്നു. അതായത് ദർശനം ലോക മനുഷ്യൻ കാണുന്നതും ദൈവം ഇതിൽ കാണുന്നതും തമ്മിൽ രണ്ട് വിധത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ദാനിയേൽ കാണുന്ന ദർശനത്തിൽ പ്രധാനമായും 4 മൃഗങ്ങളെയാണ് കാണുന്നത്. സ്തോത്രം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 4 കാറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. 4 എന്ന അക്കം ലോകത്തെ കാണിക്കുന്നു. തിരുവചനത്തിലെ സംഖ്യകൾക്കെല്ലാം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. ഓരോ സംഖ്യയ്ക്കും ഓരോരോ അർത്ഥങ്ങൾ കൊടുത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 3 ദൈവത്തിന്റെ സംഖ്യയായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവമായിട്ടാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സംഖ്യയായി 3 പറഞ്ഞിരിക്കുന്നു. എന്നാൽ 4 ലോകത്തിന്റെ സംഖ്യയായി അഥവാ ഭൂമിയുടെ സംഖ്യയായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് 4 കാറ്റ് എന്നുള്ള പ്രതിപാദനം ഇവിടെ കാണുവാൻ കഴിയുന്നത്. 4 കാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ 4 ദിക്കുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. 4 ദിക്കുകളിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടും ലോകത്തെയാണ് ഈ 4 എന്ന സംഖ്യ പ്രതിനിധീകരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഓർക്കേണ്ടത്, 4 കാറ്റുകൾ അങ്ങനെ അടിക്കുമ്പോൾ മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മൃഗങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാറ്റടിക്കുമ്പോൾ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്നു. ഇതിനെ രണ്ടായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒന്ന് ആത്മീയ അർത്ഥത്തിലും പഠിക്കുവാൻ കഴിയും. 2 ലോകത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ അതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ ഈ ഭാഗത്ത് മഹാസമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആക്ഷരിക അർത്ഥം എടുത്താൽ മഹാസമുദ്രത്തെ സംഖ്യാപുസ്തകം 34-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 34-ാം അധ്യായത്തിലേക്ക് പോകാം. അതിന്റെ 6-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 6-ാം വാക്യം. അവിടെ സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 36 വേഴ്സ് 6 and 7. ആണോ? എത്ര വാക്യമാ? 34-6. പടിഞ്ഞാറോ മഹാസമുദ്രം അതിരായിരിക്കണം. അപ്പോൾ മഹാസമുദ്രം എന്നുള്ളത് ഗ്രേറ്റ് സീ എന്നാണ് പുരാതന എഴുത്തുകളിൽ കാണുവാൻ കഴിയുന്നത്. ഗ്രേറ്റ് സീ ആണ്.
അപ്പോൾ ആ ഗ്രേറ്റ് സീയെ കുറിച്ച് പിന്നീടാണ് നമ്മൾ ഈ മെഡിറ്ററേനിയൻ സീ അഥവാ ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന കടലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ മഹാസമുദ്രത്തിൽ നിന്നാണ് ഈ മൃഗങ്ങൾ കയറി വരുന്നത്. ഈ 4 കാറ്റുകൾ അടിക്കുന്നത് മഹാസമുദ്രത്തിലേക്കാണ്, അവിടെ നിന്നാണ് കയറി വരുന്നത്. ഇനിയും രണ്ടാമതായിട്ട് മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് എന്തെങ്കിലും ഒരു വാക്കിന്റെ പ്രധാനപ്പെട്ട അർത്ഥം പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും അത് രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെയാണ് നമുക്ക് അതിനെ കണക്ട് ചെയ്ത് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യശയ്യാപ്രവചനം 34 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവ് അത്രേ അതിനെ കൂട്ടി വരുത്തിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരു തെറ്റുമില്ല. ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു വാക്യമുണ്ടെങ്കിൽ അതിനിണയായി മറ്റൊരു ഭാഗത്ത് കണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവാണ് ഇതിനെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മഹാസമുദ്രം എന്താണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. 17-ാം അധ്യായത്തിലേക്ക് പോകാം. 17-ാം അധ്യായം മഹാസമുദ്രം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 15-ാം വാക്യം വായിക്കാം. 15-ാം വാക്യം. വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട കടൽ എന്താണെന്ന് അവിടെ പറയുന്നു. നീ കണ്ട കടല് വെറും വെള്ളമല്ല, പിന്നെയോ നീ കണ്ട കടല് അത് ആരൊക്കെയാണ്? വംശങ്ങളാണ്, ജാതികളാണ്, ഭാഷക്കാരാണ്, അഥവാ മനുഷ്യ സമുദായ കടൽ എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യ സമുദായ കടലിനെയാണ് സിംബോളിക്കായിട്ട് യോഹന്നാനെ ദൈവം കാണിക്കുന്നത്, കടലായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഈ കടലിൽ നിന്ന് 4 മഹാരാജ്യങ്ങൾ, മഹാസാമ്രാജ്യത്വങ്ങൾ കയറി വരുന്നു. അത് ഏതെല്ലാം സാമ്രാജ്യങ്ങളാണ് എന്നാണ് ദൈവം ദാനിയേലിനെ കാണിച്ചത്. ഒന്നാമത്തെ സാമ്രാജ്യമായി നെബൂഖദ്നേസർ രാജാവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതിന്റെ തലയുടെ ഭാഗം തങ്കം കൊണ്ട് കാണിച്ചത് ബാബിലോണിയ സാമ്രാജ്യത്തെയാണ്. ഇവിടെ ഇതാ നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് പോകാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ, അദ്ദേഹം കാണുന്ന ദർശനത്തിൽ ആദ്യം കാണുന്ന ഒരു മൃഗം അത് സിംഹമാണ്. അപ്പോൾ ആ സിംഹത്തെ ദാനിയേൽ കാണാൻ കാരണം, ആ സിംഹം പോലെ പ്രതാപത്തിൽ ജീവിച്ചവരാണ് ബാബിലോണിയൻ രാജാക്കന്മാരും അവരുടെ സാമ്രാജ്യത്വവും. ഇന്നും പുരാതനമായിട്ടുള്ള ചില സാധനങ്ങൾ കുഴിച്ചെടുത്ത കൂട്ടത്തിൽ ഈ ബാബിലോണിയൻ രാജാക്കന്മാരുടെ സിംഹാസനത്തിന്റെ ഈ ആംറെസ്റ്റിൽ, അതായത് നമ്മുടെ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ കൈവയ്ക്കുന്ന ആ സ്ഥലത്ത് അതിന്റെ സിംബൽസ് ഉണ്ടായിരുന്നു. അതായത് ചിറകുള്ള സിംഹത്തെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബാബിലോണിയൻ രാജാക്കന്മാരുടെ അവരുടെ സിംഹാസനത്തിലുള്ള സിംബൽ ആയിട്ട് തന്നെ ചിറകുള്ള സിംഹത്തെ കാണിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദാനിയേലിനെ ദൈവം ഈ ചിറകുള്ള സിംഹത്തെ കാണിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് ചിറകുള്ള സിംഹം? നമ്മളെ ലോകത്തിൽ ചിറകുള്ള സിംഹത്തെ കാണുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് ചിറകുള്ള സിംഹത്തെ കാണുന്നു? ചിറക് എന്തിനെയാണ് കാണിക്കുന്നത്? ചിറക് അതിന്റെ വേഗതയാണ് കാണിക്കുന്നത്. ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ ഒരു മൃഗത്തിന് ഓടിപ്പോകാൻ കഴിയത്തില്ല, അല്ലേ? ഒരു പക്ഷി വളരെ ദൂരത്തിൽ യാത്ര ചെയ്തു പോകുന്നത് അതിന്റെ ചിറകുള്ളത് കൊണ്ടാണ്. വളരെ വേഗതയെ കാണിക്കുന്നതാണ്. ഒരു മൃഗമാണെങ്കിൽ അതിന് ഓടുന്നതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ പക്ഷിക്ക് വിഹായുസിൽ പറന്നു പോകുന്നതിന് യാതൊരു
റെസ്ട്രിക്ഷനുമില്ല. അതിന് ചിറകുണ്ടെങ്കിൽ പറന്നു പോകാം. അതുകൊണ്ട് അതിന്റെ വേഗതയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ യിരെമ്യാവിൽ കൂടെ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം ഈ ഇസ്രായേലിന്റെ നേരെ വരുന്ന നെബൂഖദ്നേസർ രാജാവിനെ അഥവാ ബാബിലോണിയ സാമ്രാജ്യ ശക്തിയെ ദൈവം കാണിച്ചു. 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച് 6 മുതൽ വായിക്കണം. 6 മുതൽ വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുന്നത്. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. നിൽക്കാതെ ഓടിപ്പോകുകയും ഞാൻ വടക്കു നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. ജാതികളുടെ സംഹാരൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതവണ്ണം നശിപ്പിക്കും. ഇത് നിമിത്തം ജെട്ടുടുപ്പീൻ വിലപിച്ചു. അപ്പോൾ യിരെമ്യാവിൽ കൂടെ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ കുറിച്ച് ദൈവം നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ രാജ്യത്തോട്ട്, നിങ്ങളുടെ ദേശത്തോട്ട് ആര് വരുന്നുണ്ട്? സിംഹം പള്ളക്കാട്ടിൽ ഇളകിയിരിക്കുന്നു. ബാബിലോണി സാമ്രാജ്യത്തിന്റെ അധിപനായ നെബൂഖദ്നേസർ നിങ്ങളുടെ നേരെ വരുന്നുണ്ടെന്ന് ദൈവദാസന് ദൈവാത്മാവിൽ ആലോചന കൊടുത്തിരുന്നു. അത് ദൈവദാസൻ പ്രവചിക്കുകയാണ്. സിംഹം പള്ളക്കാട്ടിൽ ഇളകിയിരിക്കുന്നത് പോലെ ഘോരനായ, വളരെ ക്രൂരനായ, വളരെ ശക്തിമാനായ, വളരെ വേഗത്തിൽ വരുന്ന ഒരു സംഹാരകൻ നിനക്കെതിരെ വരുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഇന്ന് ഓർത്തുകൊള്ളണം, ദൈവം ചില ആലോചനകൾ ശത്രു ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് ആലോചനകൾ തരും. എന്തിനു വേണ്ടിയാണ്? നമ്മൾ വളരെ അലേർട്ടാകാനാണ്, നമ്മൾ വളരെ സൂക്ഷിച്ചു കൊള്ളാനാണ്, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയാൻ വേണ്ടിയാണ്. ശത്രു നമ്മളെ ആക്രമിച്ച് നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി തമ്പുരാൻ ആലോചന നേരത്തെ തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അബ്രഹാമിനെ മറച്ചു വെച്ച്, എന്റെ ദാസനായ അബ്രഹാമിനെ മറച്ചു വെച്ച് ഞാന് എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും കർത്താവ് ചെയ്യത്തില്ല. ഞാൻ പ്രാരംഭ ദിവസങ്ങൾ മുതൽ പറയുന്നത് പോലെ ദൈവം ഒറ്റയടിക്ക് ഒരു ന്യായവിധിയും ദൈവം ചെയ്തിട്ടില്ല. എല്ലാം നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ദൈവം ന്യായവിധി അയക്കുന്നത്. അപ്പോൾ ഈ ശത്രു വരുമെന്നുള്ള കാര്യം ദൈവം നേരത്തെ അവരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ സിംഹം പോലെ വളരെ ആക്രമണ സ്വഭാവമുള്ള രാജാവായിരുന്നു ഈ നെബൂഖദ്നേസർ രാജാവ്. അതുകൊണ്ടാണ് ദാനിയേലിന്റെ സ്വപ്നത്തിൽ ചിറകുള്ള സിംഹത്തെ ദൈവം ദാനിയേലിന് കാണിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, സിംഹത്തിന്റെ ചിറക് അതിന്റെ വേഗതയെ കുറിക്കുന്നെന്ന് പറഞ്ഞു. എന്നാൽ നമ്മള് ആ 4 വാക്യങ്ങളും പരിശോധിച്ചാൽ 4 സാമ്രാജ്യങ്ങൾ വിശദീകരിക്കാൻ 4 വാക്യങ്ങളെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, 4 രാജ്യത്വങ്ങളെ അഥവാ 4 സാമ്രാജ്യങ്ങളെ വിശദീകരിക്കാൻ 4 വാക്യങ്ങളെ ഉള്ളൂ. എന്നാൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് ആ അധ്യായത്തിൽ പറയാൻ 28 വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ വിശദമായിട്ട് അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം ദൈവമക്കൾ ഓർക്കണം. തിരുവചനത്തിൽ ഏകദേശം 10-36 വാക്യങ്ങളിൽ മാത്രമേ സൃഷ്ടിപ്പിന്റെ വിവരണം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടിപ്പിന്റെയും കാര്യങ്ങൾ വിശദീകരിച്ച് ബൈബിളിൽ എഴുതിയിട്ടില്ല. ആകെപ്പാടെ 36 വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ആരാധനയെ കുറിച്ച് എഴുതിയപ്പോൾ ഹല്ലേലൂയ, ലേവ്യ പുസ്തകം മുഴുവൻ ആരാധനയെ കുറിച്ചാണ്. അപ്പോൾ എന്തതിനാ പ്രാധാന്യം? ആരാധനയ്ക്കാണ് പ്രാധാന്യം. ആരാധന പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് അങ്ങനെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 സാമ്രാജ്യത്വങ്ങളെ കുറിച്ച് ദൈവം പറയുമ്പോൾ 4 വാക്യങ്ങളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങൾ അതിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സാമ്രാജ്യ ശക്തിയായി അന്ന് പ്രബലപ്പെട്ടു വന്ന നെബൂഖദ്നേസർ രാജാവിന്റെ കാര്യം ഒറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ചിറകുള്ള സിംഹത്തെ കാണുന്ന വാക്യം. ഒന്നാമത്തേത് സിംഹത്തോട്
സദൃശ്യം കഴുകിൻ ചിറകുള്ളതായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്ത് നിർത്തി അതിനൊരു മാനുഷ്യ ഹൃദയവും കൊടുത്തു. നമ്മൾ ഈ 2-ാം അധ്യായത്തിലെ വിഷയം പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. സ്തോത്രം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നവും അദ്ദേഹത്തെ ന്യായം വിധിക്കുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സിംഹത്തിന്റെ ചിറക് പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധികാരവും വേഗതയും ശക്തിയും എല്ലാം അസ്തമിച്ചു. ദൈവ അധികാരം എല്ലാം എടുത്തു മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ ചിറകായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. വേഗത്തിൽ ആക്രമിക്കാനുള്ള ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതങ്ങ് പറഞ്ഞു പോയെന്നാണ്. എന്നിട്ട് അവനെ നിലത്ത് നിന്ന് പൊക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. നെബൂഖദ്നേസർ രാജാവിനെ ദൈവം രാജ്യത്വം എടുത്തു മാറ്റിയിട്ട് ദൈവം അവനെ കാട്ടിലേക്ക് അയച്ചു. എന്നിട്ട് അവിടെ പറയുന്നു, അവനെ വീണ്ടും തിരികെ അവനെ മാനുഷ്യ ഹൃദയം കൊടുത്ത്, അഥവാ മൃഗതുല്യമായിരുന്ന ആ ജീവിതം, കാളയെ പോലെ പുല്ല് തിന്നുകയും കാട്ടിൽ മഞ്ഞ് കൊണ്ട് നടക്കുകയും പക്ഷികളുടെ ചിറക് പോലെ ചിറകൊക്കെ രോമങ്ങൾ വളരുകയും കയ്യിലെ നഖങ്ങൾ പക്ഷികളുടെ നഖങ്ങൾ പോലെ ആകുകയൊക്കെ ചെയ്തയാള് വീണ്ടും ബുദ്ധിഭ്രമം ഉണ്ടായത് തിരിച്ച് ബുദ്ധിയുള്ളവനായിട്ട് അതിനെയാണ് മാനുഷ്യ ഹൃദയം കൊടുത്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ ഒന്നും പിടികിട്ടത്തില്ല. സ്തോത്രം. ഇവിടെ ഒന്നാമതായുള്ള സാമ്രാജ്യമായിരിക്കുന്ന സാമ്രാജ്യ ശക്തിയായിരുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ ആ ശക്തിയെല്ലാം പോയിട്ട് അവനെ 7 വർഷക്കാലം അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു എന്നറിയുന്നത് വരെ അവൻ കാട്ടിൽ കാളയെ പോലെ പുല്ല് തിന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ഇതാ ദൈവം ഒറ്റ വാക്യത്തിൽ അക്കാര്യം പറഞ്ഞിരിക്കുന്നു. ഇനിയും ആ രാജ്യത്വം നിലനിന്നത് BC 606 മുതൽ 538 വരെയുള്ള കാലഘട്ടങ്ങളാണ് ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ ശക്തി ലോകത്തിൽ നിലനിന്നത്. BC 606 മുതൽ 538 വരെയുള്ള കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടങ്ങൾ ലോകത്തിൽ ഏറ്റവും പ്രതാപമുള്ള സാമ്രാജ്യ ശക്തിയായി വളർന്നു വന്നവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ചതുപോലെ ലോകത്തിലെ 7 വണ്ടേഴ്സ്, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ഹാങ്ങിങ് ഗാർഡൻ അഥവാ ആടുന്ന പൂങ്കാവനം, തൂക്കുവനങ്ങൾ ഒക്കെ പണിത് വളരെ പ്രതാപത്തിൽ അവർ ജീവിച്ചിരുന്നു. എന്നാൽ രണ്ടാമത് വീണ്ടും ആ രാജ്യത്വം അസ്തമിക്കുമ്പോൾ ദൈവം വേറെ ഒരു രാജ്യത്വത്തെ കാണിക്കുന്നു. ആ രാജ്യത്വം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്യം വായിച്ച്, 7-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം. രണ്ടാമത് കണ്ട മൃഗം കരടിയോട് സദൃശമാണ്. കരടിയോട് സദൃശമായ മൃഗം. ആ വാക്കൊന്നിടുന്ന് വായിച്ചേ. അത് ഒരു പാർശ്വം ഉയർത്തിയും അപ്പോൾ ഇവിടെ നമ്മള് 4-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മള് പഠിക്കുകയുണ്ടായി. 5-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ പഠിക്കുകയുണ്ടായി. ഈ നെബൂഖദ്നേസർ രാജാവിന്റെ ബാബിലോണിയൻ സാമ്രാജ്യം അസ്തമിക്കുമ്പോൾ വേറെ ഒരു സാമ്രാജ്യം വന്നു. 2 രാജ്യത്വങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാമ്രാജ്യമായിരുന്നു മേദോ പേർഷ്യൻ, മേദ്യ പാർശ്യ സാമ്രാജ്യം. നമ്മൾ അന്ന് 2 രാജാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചു. മേദ്യ രാജാവായ കോരശും പേർഷ്യൻ രാജാവായിരുന്ന
ദാര്യാവേശും ഡേറിയസ് ഫസ്റ്റ്, ആ രണ്ട് രാജാക്കന്മാർ കൂടി വന്ന് നെബൂഖദ്നേസർ രാജാവിന്റെ കൊച്ചുമകനായിരുന്ന ബെൽസസ്സർ മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ രാജ്യം ആക്രമിച്ച് കീഴടക്കി. അത് നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബെൽസസ്സർ കൊല്ലപ്പെട്ടു. മേദ്യ പാർസ്യ സാമ്രാജ്യ ശക്തികൾ അവരുടെ രാജ്യം ആക്രമിച്ചു വന്നു. ഇനി ഇതിനെ കരടിയായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്, കരടിയായിട്ട് കാണുന്നു. ഈ കരടിയുടെ കാര്യം ഒരു വിശേഷണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഒരു പാർശ്വം ഉയർത്തി എന്ന് പറഞ്ഞിരിക്കും. ഒരു പാർശ്വം ഉയർത്തി. അപ്പോൾ അന്നെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ മേദ്യ പാർസ്യ സാമ്രാജ്യങ്ങളാണ് ലോകത്തിലേക്ക് വന്നതെങ്കിലും പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു കൂടുതൽ ബലമുള്ളവരായി ഉണ്ടായിരുന്നത്. കൂടുതൽ ശക്തരായിരുന്നത് പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു. ഇത് രണ്ടും കൂടെയാണ് ലോകത്തെ അടക്കി ഭരിച്ചതെങ്കിലും, കരടിയായിട്ട് ദൈവം കാണിച്ചതെങ്കിലും, ഇതിന്റെ ഒരു പാർശ്വം ഉയർത്തുന്നതിന്റെ കാരണം അത് ബാലൻസ് അല്ല. പിന്നെയോ ഒരു ഭാഗം ഉയർത്തുന്നതിന്റെ കാരണം പേർഷ്യക്കാരുടെ ശക്തിയെ കാണിക്കുക. പേർഷ്യക്കാരായിരുന്നു ചരിത്രത്തിൽ കൂടുതൽ ശക്തി ഉണ്ടായിരുന്നവർ. അതുകൊണ്ടാണ് ദൈവം ആ ദർശനത്തിൽ ദാനിയേലിനെ കാണിച്ചത് എന്ത്? ആ കരടിയുടെ ഒരു പാർശ്വം ഉയർത്തിയിരിക്കുന്നു. ഇനി അതിന്റെ വായിൽ 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു മനുഷ്യനെ ആണെങ്കിലും മൃഗത്തെ ആണെങ്കിലും വാരിയെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വാരിയെല്ല് കിട്ടുന്നത്? പറഞ്ഞേ. വാരിയെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മൃഗത്തെയോ ആ മനുഷ്യനെയോ കൊല്ലണം, അല്ലേ? കൊന്നതിന് ശേഷം അതിനെ കടിച്ചു കീറണം. കടിച്ചു കീറിയതിന് ശേഷം മാത്രമേ വാരിയെല്ലുകൾ എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ മേദ്യ പാർശ്യ സാമ്രാജ്യ ശക്തിയാകുന്ന കരടി ലോകത്തിലേക്ക് വന്നപ്പോൾ 3 സാമ്രാജ്യങ്ങളെ കീഴടക്കിയതിനെയാണ് കാണിക്കുന്നത്. 3 സാമ്രാജ്യങ്ങളല്ല, ക്ഷമിക്കണം, 3 രാജ്യങ്ങളെ കീഴടക്കി. 3 രാജ്യങ്ങളെ കീഴടക്കി. ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന് ബാബിലോൺ സാമ്രാജ്യത്തെയാണ്. ആ രാജ്യം സാമ്രാജ്യമായിരുന്നല്ലോ, അതിനെ കീഴടക്കി. രണ്ടാമതായിട്ട് ഈജിപ്റ്റ് വലിയ ശക്തിയുള്ള രാജ്യമായിരുന്നു. ഫറവോന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഈജിപ്റ്റ്, മിസ്രൈം, അതിനെ കീഴടക്കി. മൂന്നാമത്തേത് സിറിയയാണ്. സിറിയയെയും കീഴടക്കി. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ 3 വാരിയെല്ലുകൾ ഈ കരടി കടിച്ചു പിടിച്ചത് 3 രാജ്യങ്ങളെ, അന്നത്തെ ഏറ്റവും പ്രബലപ്പെട്ടു നിന്ന രാജ്യങ്ങളായിരുന്നു ഇത് 3. അവരെ കീഴടക്കിയാണ് ഇവർ സാമ്രാജ്യത്വം ഏറ്റെടുത്തത്. ബാബിലോൺ രാജ്യത്തെ അവർ കീഴടക്കി. ഈജിപ്റ്റ് വളരെ വലിയ ശക്തിയായിരുന്നു അന്ന്. അത് മാത്രമല്ല, സിറിയ എന്ന് പറയുന്ന രാജ്യത്തെയും അന്ന് ലോകത്തിലേക്കും ഏറ്റവും ശക്തിയേറിയ രാജ്യങ്ങളായിരുന്നു, അതിനെ കീഴ്പ്പെടുത്തി. അപ്പോൾ ആ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് വാരിയെല്ല് ദൈവം കാണിച്ചത്. അവരെ കീഴ്പ്പെടുത്തി, അവരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊന്ന് അതിന്റെ വാരിയെല്ല് കടിച്ചു പിടിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ശക്തിയോടെ വന്ന ഒരു മൃഗമായിരുന്നു രണ്ടാമതായി ദാനിയേൽ കണ്ട മൃഗം. ഇനിയും ആ രാജ്യത്വവും അവസാനിക്കുകയാണ്. മേദ്യ പാർസ്യ സാമ്രാജ്യം BC 538 മുതൽ 538 വരെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. 538 മുതൽ 330 വരെയുള്ള കാലഘട്ടം. 330 വരെ BC ആണ്. BC 538 മുതൽ 330 വരെയുള്ള 180 വർഷങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം അവര് ഭരണം നടത്തി. പേർഷ്യൻ രാജാക്കന്മാർ മേദ്യ പാർസ്യ സാമ്രാജ്യം ലോകത്തിൽ ഭരിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്ന മൃഗം ഏതാണ്?
പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു മൃഗം. പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗം. അവിടെ ഇതുപോലെ ചാർട്ട് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇരിക്കുന്നിടത്ത്. നിങ്ങൾക്ക് തന്ന ആ ചാർട്ടിനകത്തൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അതിനകത്ത് നമ്മള് ചിറകുള്ള സിംഹത്തിന്റെ ഒരു പടം അതിനകത്തുണ്ട് അല്ലേ? അതാണ് ബാബിലോണിയൻ. ഓരോന്നും കൊടുക്കുന്നു. എല്ലാവർക്കും ആയോ? രണ്ടുപേർക്ക് നോക്കത്തക്കവണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മള് വേറെ മൃഗത്തെ കാണുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട കരടിയുടെ പടം താഴത്തെ നമ്മള് പഴയതിനകത്തുണ്ട്. പഴയതിനകത്ത് ശ്രദ്ധിച്ച്, പഴയ തന്നതിനകത്ത് മുകളിൽ എടുത്ത് നോക്കി. എന്തോ അത് ഇത് നോക്കിക്ക്, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാലും മതി. ഇതാണ് ചിറകുള്ള സിംഹമായിട്ട് ബാബിലോണിനെ ദൈവം കാണിച്ചത്, ചിറകുള്ള സിംഹമായിട്ട് കാണിച്ചത്. എന്നാൽ ഇതിന്റെ താഴെ രണ്ടാമതായിട്ട് വാരിയലില് കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കരടിയെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന കരടി. അപ്പോൾ ഈ രണ്ട് രാജ്യത്വങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായി ഒരു രാജ്യത്വം വരുന്നു. ആ രാജ്യത്വമാണ് പുള്ളിപ്പുലിക്ക് സദൃശമായ, ഞാൻ ആദ്യം വാങ്ങിച്ചു, പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു മൃഗം. ഇതാ ഇവിടെ നോക്കിയാട്ടെ, ഈ ചാർട്ടുള്ളവർ അതേ ശ്രദ്ധിച്ചാട്ടെ. ഈ നടുക്ക് കാണുന്നത് പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു മൃഗം. ആ മൃഗം, അതിനും ചിറകുണ്ടായിരുന്നു, 4 തലയുള്ളതായിട്ടാണ് അവിടെ പറയുന്നത് അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചേ. പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയുണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ മതി. ഹല്ലേലൂയ. അതിന് ആധിപത്യം ലഭിച്ചു. ഈ മൂന്നാമത് വന്ന സാമ്രാജ്യം ഏതാണെന്ന് നമ്മള് ആ ബിംബത്തിന്റെ കാര്യം പഠിച്ചു. ഏതായിരുന്നു? ആ ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ ലോകത്തിലേക്ക് വന്നു. ഈ പുള്ളിപ്പുലിയെ എന്താ ദൈവം കാണിക്കാൻ കാരണം? പുള്ളിപ്പുലിയുടെ 3 പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അത് വളരെ ഫാസ്റ്റാണ്, വളരെ വേഗത്തിൽ അതിന് ഓടാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് അത് വളരെ കണ്ണിങ് ആണ്, വളരെ കൂർമ്മ ബുദ്ധിയുള്ളതാണ്. കണ്ണിങ് ആയിട്ടുള്ള ഒരു ജന്തുവാണ് പുള്ളിപ്പുലി. സ്തോത്രം. ആമേൻ. മൂന്നാമതായിട്ട് അത് വളരെ ക്രൂവലാണ്, ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു ജന്തുവാണ് പുള്ളിപ്പുലി. ഇനി നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അലക്സാണ്ടറിനെ ചിന്തിക്കുക. അലക്സാണ്ടർ വളരെ ക്രൂരനായ മനുഷ്യനായിരുന്നു, വളരെ കണ്ണിങ് ആയിരുന്നു, വളരെ ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിൽ അദ്ദേഹത്തെ പോലെ യുദ്ധ സാമർഥ്യമുള്ള ഒരു സാമ്രാട്ടിനെ ലോകം കണ്ടിട്ടില്ല. അത്രമാത്രം രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ വളരെയധികം മിടുക്കനായിരുന്നു അദ്ദേഹം. അപ്പോൾ കേവലം ഫിലിപ്പ് രാജാവിന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഇദ്ദേഹം വളരെ വേഗത്തിലാണ് സാമ്രാജ്യങ്ങളെ കീഴടക്കി. ഇത്രയും വലിയ 33 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹം ലോക സാമ്രാജ്യങ്ങളെ മുഴുവൻ കീഴടക്കി. നമുക്കറിയാം, ഹല്ലേലൂയ, പസഫിക് സമുദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തോട് ഇങ്ങനെ പ്രസ്താവിച്ചു, ആമേൻ, നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാനും നിന്നെ
വെട്ടിപ്പിടിക്കുമായിരുന്നു. വലിയ വീമ്പൊക്കെ ഇളക്കി പോയ പാർട്ടിയാണെങ്കിലും നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും, അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു വലിയ മഴ പെയ്തു. നല്ലതുപോലെ മഴ നനയേണ്ടി വന്നു, പനി പിടിച്ചു. പെട്ടെന്ന് അദ്ദേഹം പനി കൂടി മരിക്കുകയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ, നല്ല ആരോഗ്യമുള്ള കാലത്ത് അദ്ദേഹം മരിക്കുകയായിരുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹം മരിക്കാൻ പോകുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്ന തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഞാൻ മരിച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ ശവപ്പെട്ടിക്കകത്തൂടെ 2 കിഴുത്തകൾ 2 സൈഡിലും ഉണ്ടാക്കി എന്റെ കൈകൾ 2 വലിച്ച് വെളിയിലേക്ക് ഇട്ടേക്കണം. എന്തിനാ? എന്റെ കൈയെ മലർന്നിരിക്കുന്നത് ലോകം കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം, ഞാൻ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ലോകത്തിൽ നിന്നൊന്നും. വേദപുസ്തകത്തിന്റെ ഒരു വലിയ സത്യമാണത്. നമ്മള് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയാത്തത്? നമ്മൾ മരിക്കുമ്പോ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചു കഴിയുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ ആദ്യം അച്ചായന്റെ പേഴ്സാ എടുത്ത് മാറ്റുന്നത്. ആയുസിൽ വീടിനകത്ത് അടക്കുമ്പോഴും പേഴ്സും കൊണ്ട് നടന്ന പാർട്ടി മരിച്ചു കഴിയുമ്പോൾ അവരെ കൊടുത്തു വിടുന്നില്ല. ഹല്ലേലൂയ. സ്ത്രീകള് മരിച്ചാൽ ഉടനെ തന്നെ എന്തോ ഊരുന്നത്? അവരുടെ ആഭരണങ്ങൾ ഊരിയെടുക്കും. ഹല്ലേലൂയ. അവരുടേതല്ലയോ കൊടുത്തു വിടത്തില്ല. സ്തോത്രം. കാരണം എന്താണ്? ഇങ്ങോട്ട് വന്നപ്പോ ഇതൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എത്ര മുറുകെ പിടിച്ചോണ്ടിരുന്നാലും അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇങ്ങനെ രാജ്യങ്ങളെ അടക്കി വന്ന മനുഷ്യൻ നെബൂഖദ്നേസർ രാജാവിന്റെ പുറകെ പേർഷ്യൻ രാജാക്കന്മാർ വന്നു. അതിന്റെ പുറകെ ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അലക്സാണ്ടർ വന്നെങ്കിലും, വളരെ വേഗത്തിൽ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഈ സാമ്രാജ്യം, അതിനെ തുടർന്ന് നമ്മള് അതിന്റെ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി, നിങ്ങൾ നോട്ട് ചെയ്യുന്നവരും കൂടെ ഒന്ന് എഴുതുന്നത് നല്ലതാണ്. അതായത് ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യം അവർ നിലനിൽക്കുമ്പോൾ അവർക്ക് അന്നത്തെ കാലത്ത്, ലോക ജനസംഖ്യ വളരെ കുറവുള്ള കാലത്ത് 25 ലക്ഷം പട്ടാളക്കാരുണ്ടായിരുന്നു. 25 ലക്ഷം പട്ടാളക്കാർ. അത്ര സ്ട്രോങ് ആയിട്ടുള്ള സോൾജിയേഴ്സ് ഉണ്ടായിരുന്ന അവരെ ഈ ഗ്രീസിലെ ഒരു ചെറിയ രാജ്യത്ത് ജീവിച്ചിരുന്ന ഫിലിപ്പ് രാജാവിന്റെ മകനായ അലക്സാണ്ടറിന് ആകപ്പാടെ 35,000 പടയാളികളെ ഉള്ളായിരുന്നു. 35,000 പടയാളികളെയും കൊണ്ടാണ് ഈ 25 ലക്ഷത്തെ നേരിട്ട് അദ്ദേഹം മുഴുവൻ കീഴടക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പവർ ഒന്ന് ആലോചിച്ച്, അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈന്യത്തിന്റെയും കമ്മിറ്റ്മെന്റ് എന്താണെന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വിധത്തിൽ അങ്ങനെ കീഴ്പ്പെടുത്തി വന്നു. എന്നാൽ ആ സാമ്രാജ്യവും തകർന്നു, ഗ്രീക്ക് സാമ്രാജ്യം തകർന്നു. എന്നാൽ 4ാമത്തെ മൃഗത്തെ കാണിച്ചപ്പോൾ, 4ാമത്തെ മൃഗത്തിന്റെ കാര്യം ഒന്ന് വായിച്ച്. 4ാമത്തെ മൃഗത്തിന്റെ കാര്യം അതിന് മുമ്പുള്ള ഞാൻ വലുതും ഭയങ്കരവുമായ, ഞാൻ പിന്നെയും ഭയങ്കരവും ഘോരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. രൂപം പറഞ്ഞിട്ടില്ല, അത് സിംഹമാണോന്നോ കരടിയാണോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതിനെ വിശേഷണം പറഞ്ഞിരിക്കുകയാണ്. അത് വലുതാണ്, ഘോരമാണ്, ഭയങ്കരമാണ്, അതിബലമുള്ളതാണെന്ന് 4 വിശേഷണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവം ഈ രൂപം പറയാതിരുന്നത്? രൂപം പറയാതിരുന്നത് ഭൂമിയിലെ ഒരു രൂപവും ഒരു മൃഗത്തിനും സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത നിലയിലുള്ള ഒരു മൃഗമായിരിക്കും വരാൻ പോകുന്ന മൃഗം. മനുഷ്യർക്ക് ആർക്കും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു മൃഗമാണ് വരാൻ പോകുന്നത്. എന്നാൽ അതിന് ഇരുമ്പ് പല്ലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു.
നമുക്കറിയാം ലോകത്തിലേക്ക് പിന്നെ വന്ന സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണെന്ന് നമ്മൾ ചിന്തിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ ആ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ ആ ബിംബത്തിനകത്തുനിന്ന് പഠിച്ചു. ഇരുമ്പാണ് അടുത്ത ലോഹമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പായിരുന്നു. ഇവിടെ ഇതാ ഈ വലുതും ഭയങ്കരമായ ഘോരമായ മൃഗത്തിന്റെ വായുടെ പല്ലിന്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന് ഇരുമ്പ് പല്ലുണ്ട്. അതുകൊണ്ടാണ് ഇത് റോമൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നതെന്ന് പറയാൻ കാരണം. എന്നാൽ മുഴുവനായി റോമൻ സാമ്രാജ്യത്തെ അല്ല താനും കാണിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു മൃഗത്തിന് 10 ഹല്ലേലൂയ കൊമ്പുണ്ടായിരുന്നു. ഈ ബിംബത്തിന്റെ താഴോട്ട് വരുമ്പോൾ അതിന്റെ കാലേല് 10 വിരലുകൾ. ഇവിടെ ഇതാ 10 കൊമ്പുകൾ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമൻ സാമ്രാജ്യം ഇങ്ങനെ ലോക സമുദായ കടലിൽ ഛിന്ന ഭിന്നമായി പോയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ AD 436 റോമ സാമ്രാജ്യം അസ്തമിച്ചു. അതിന്ന് വെസ്റ്റേൺ കൺട്രീസുമായിട്ട് എല്ലാം നമ്മൾ ഇങ്ങനെ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസ് എല്ലാമായിട്ട് ഇങ്ങനെ ഛിന്ന ഭിന്നമായി കിടക്കുകയാണെങ്കിലും അവസാന കാലത്തിൽ യൂറോപ്പിൽ നിന്ന് ഒരു 10 രാജ്യങ്ങൾ ഒന്നിച്ച് ഉടലെടുത്ത് വരും. അതാണ് ഈ 10 വിരലുകൾ കാണിച്ചതും 10 കൊമ്പ് കാണിച്ചതും 10 തല കാണിക്കുന്നതും എല്ലാം 10 രാജാക്കന്മാർ ഉടലെടുത്തു വരും. അഥവാ 10 രാജ്യങ്ങൾ ഉടലെടുത്തു വരും. എപ്പോൾ? അന്തിക്രിസ്തുവിന്റെ കാലത്ത്. സ്തോത്രം. അന്തിക്രിസ്തുവിന്റെ കാലം പറയാൻ വേണ്ടിയാണ് ഈ ഭാഗം ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു വരുന്നതിന് മുൻപേ ദൈവം അന്തിക്രിസ്തുവിന്റെ കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. എത്ര വലിയ ദീർഘദർശിയായിരുന്നു ദാനിയേൽ എന്ന ദൈവമക്കളെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈ വേദപുസ്തകം പകർത്തി എഴുതിയിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ചാപ്റ്റർ ഓഫ് ദി സ്ക്രിപ്ചർ എന്നാണ് ചരിത്രം പറയുന്നത്. എന്താ കാരണം? യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ രാജ്യത്വത്തെക്കുറിച്ചും അവനെതിരായി വരുന്ന രാജ്യത്വത്തെക്കുറിച്ചും എല്ലാം വെളിപ്പാട് കണ്ട് യേശുക്രിസ്തു ജനിക്കുന്നതിന് 606 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വെക്കുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമാണോ? അതുകൊണ്ടാണ് ഇത് പകർത്തി എഴുതിയവർ, ഹിസ്റ്ററി എഴുതിയവർ, ആളുകൾ പറഞ്ഞ ദ ഗ്രേറ്റസ്റ്റ് ചാപ്റ്റർ ഇൻ ദ സ്ക്രിപ്ചർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ആമേൻ. ഇതൊന്നും വെറുതെ എഴുതിയതല്ല. ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം ഇതെല്ലാം ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്തതാണ്. വളരെ വേഗത്തിൽ പോകാം. ഇങ്ങനെ ഈ മൃഗങ്ങളെ കാണുമ്പോൾ ഈ ദാനിയേൽ ഇങ്ങനെയൊക്കെ കണ്ടെങ്കിലും നമ്മൾ ഇന്ന് കൊണ്ട് ഈ ചാപ്റ്റർ തീരത്തില്ല. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഞാൻ അതുകൊണ്ട് അത് 2ആയിട്ടാണ് തയ്യാറാക്കിയത്. എത്ര ഗുളികയാക്കാൻ നോക്കിയിട്ടും ക്യാപ്സൂളാക്കാൻ നോക്കിയിട്ടും അതങ്ങനെ ഒതുങ്ങി വരുന്നില്ല. അതുകൊണ്ട് 2ആക്കി. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ എടുത്താൽ ഒന്നും നിങ്ങൾക്ക് പിടി കിട്ടത്തില്ല. അല്പം കട്ടിയുള്ള വിഷയമാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഇനി നിങ്ങൾ 13 വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കണം. 13-ാം അധ്യായം. സ്തോത്രം. 1-ാം വാക്യം മുതൽ വായിച്ചേ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. അടുത്ത വാക്ക്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പലിക്ക് സദൃശവും കാൽ കരടിയുടെ സദൃശവും കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. ഇവിടെ ഒരു മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റ് ബൈബിളൊക്കെ അവിടെ വെച്ചിട്ട്. സ്തോത്രം. ഏബൽ ഏറ്റവും മുമ്പിൽ നിൽക്കും. സ്തോത്രം.
അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അങ്ങോട്ട് തിരിഞ്ഞ്. കുഞ്ഞാവ എൻ്റെ പുറകെ നിൽക്കും. സ്തോത്രം. ആരോണ് അതിൻ്റെ പുറകെ നിൽക്കും? എൻ്റെ പുറകെ ഏസല അതിൻ്റെ പുറകെ പോയി നിൽക്കും. അഡോട്ടിയുടെ പുറകെ പോയി നിൽക്കും. പോയി നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും എടുത്ത് വെക്കും. എന്ത് ചെയ്യാ? ആ ഡോളെന്ത് ചെയ്യും? അല്ല മറ്റേ ഇത്. അപ്പോൾ നിങ്ങൾ ഒരാളിനെ അങ്ങ് സങ്കല്പിച്ചാൽ മതി. സ്തോത്രം. അപ്പോൾ ഏറ്റവും നേരെ നിന്നു, നേരെ നിന്നു. സ്തോത്രം. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാനിയേൽ വിഷൻ കാണുമ്പോൾ സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമായ മൃഗം, ആ ഓർഡറിലാണ് കണ്ടത്. എന്താ മൃഗത്തെയും കൊണ്ടുപോയി. സ്തോത്രം. അവിടെ മൃഗം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ കേട്ടോ? ദാനിയേൽ മുമ്പിൽ നിന്നാ നോക്കുന്നത്. ദാനിയേൽ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്? സിംഹം, കരടി, പുള്ളിപ്പുലി, മഹാമൃഗം, ഘോരമായ മൃഗം, ഇങ്ങനെയാ കാണുന്നത്. ആമേൻ. കാലം കഴിഞ്ഞു. ഞാൻ ദാനിയേലാണെന്ന് വിചാരിച്ചോ? ഞാൻ ഈ മുമ്പിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, പിന്നെ റോമ സാമ്രാജ്യം, അഥവാ അതിന്റെ അവസാനത്തിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാലം കഴിഞ്ഞു വന്നപ്പോൾ യോഹന്നാന്റെ കാലമായി, അഥവാ പുതിയ നിയമത്തിന്റെ കാലമായി. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? അവൻ കാണുന്നത് ഘോര മൃഗത്തെ ആദ്യം കാണുന്നു. ഞാൻ കുറച്ചുകൂടെ അങ്ങ് പുറകോട്ട് നീങ്ങിക്കേണ്ടതാ, മനസ്സിലായോ? ഘോരമായ മൃഗത്തെ കാണുന്നു. പിന്നെ കാണുന്നത് പുള്ളിപ്പുലിയാണ് കാണുന്നത്. പിന്നെ കരടിയെ കാണുന്നു. ഏറ്റവും അവസാനമാണ് സിംഹത്തെ കാണുന്നു. ഇനിയും പോയിരുന്നു. മനസ്സിലായോ? വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ നമുക്ക് തരുന്ന ഒരു സന്തോഷം ഇതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ്. വെളിപ്പാട് ദൈവത്തിന്റെ ദാസന് ദൈവം കൊടുക്കുമ്പോൾ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്നു. അവൻ നോക്കുമ്പോൾ കാണുന്നത് അന്ത്യക്രിസ്തുവിന്റെ ഭരണം ഇതാ വാതിക്കലായിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തെ കുറിച്ച് അവിടെ പറയുന്നു, ഹല്ലേലൂയ, ആ മൃഗം, വലുതും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത്, ദാനിയേൽ കണ്ട മൃഗം ഇതാ ഘോരമായ മൃഗമാണ്. ഇനി റോമ സാമ്രാജ്യത്തിൽ നിന്നാണ് അത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ ഇരുമ്പ് പഠിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാർ, നിങ്ങൾ ഒക്കെ ഈ ആദിമ കാലങ്ങളിലെ വിശുദ്ധന്മാർ സഹിച്ച വേദനകൾ എപ്പോഴെങ്കിലും ചരിത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വായിക്കണം. ആദ്യത്തെ 300 വർഷക്കാലം എന്തോ ഒരു പീഡയായിരുന്നു റോമൻ ചക്രവർത്തിമാർ ചെയ്തതെന്നറിയാമോ? സ്തോത്രം. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് റോമ സാമ്രാജ്യമാണ്. പൗലോസിനെ ശിരച്ഛേദം ചെയ്തത് റോമ സാമ്രാജ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം എഴുതി പൗലോസ് അത് കൊടുത്തയക്കുകയാണ്. തിമോത്തിയോസിന് അത് കൊടുത്തയക്കുകയാണ്, ഒരാളിന്റെ കൈവശം കൊടുത്തയക്കുകയാണ്. അപ്പോൾ തന്നെ കൊല്ലാനായിട്ട് വരുന്ന ആളിനെ കാത്തു കിടക്കുമ്പോഴാണ് ആ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 4:7 എഴുതിയത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നെല്ലാം പറഞ്ഞ് ആ ദൈവദാസന്റെ അന്ത്യ നിമിഷങ്ങളിലാണ് അത് എഴുതുന്നത്.
ഒരു റോമൻ പടയാളി വിളിച്ചിറങ്ങിക്കൊണ്ടുപോയി. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, അവനെ ഒരു ഇരുമ്പ് ദണ്ഡിനോട് ചേർത്ത് വെച്ച് കെട്ടിയതിന് ശേഷം റോമൻ പടയാളി അവന്റെ കഴുത്തിൽ വെട്ടി, അവന്റെ കഴുത്തിൽ നിന്ന് തല താഴെ വീണു. പൗലോസ് ചില നിമിഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് തല താഴെ പോയി, ഇനി ഏത് തലയിലാ കിരീടം വയ്ക്കുന്നു? അത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചവരാണ് റോമൻ സാമ്രാജ്യത്തിന്റെ അധിപർ. ഹല്ലേലൂയ. പത്രോസിന്റെ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പത്രോസിനെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, അവനെ ക്രൂശിക്കണമെന്നുള്ള വിധി വന്നപ്പോൾ അവൻ പറഞ്ഞു, എന്നെ നേരെ ക്രൂശിക്കരുത്, എന്നെ നാഥൻ നേരെയാണ് ക്രൂശിക്കപ്പെട്ടത്, അതുപോലെ എനിക്ക് ക്രൂശിക്കപ്പെടാൻ യോഗ്യതയുള്ളവനല്ല, അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം, എന്റെ നാഥന്റെ കാൽക്കൽ ചുംബിക്കുന്ന നിലയിൽ എന്നെ ക്രൂശിക്കണം. അങ്ങനെയാണ് പത്രോസിനെ ക്രൂശിച്ചു കൊന്നത്. സ്തോത്രം. ആദിമസഭയിലുള്ള വിശുദ്ധന്മാരെ, പോളികാർപ്പിനെ കൊന്നതെങ്ങനെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. വന്യവയോവൃദ്ധനായ 86 വയസ്സുള്ള മനുഷ്യനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, റോമൻ പടയാളികൾ ചുട്ടെരിച്ച് കൊന്നുകളഞ്ഞു. അന്തിപ്പാസിനെ കൊന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ബ്രാസ് കൊണ്ടുള്ള ഒരു ബുള്ളിനകത്ത് കാളയുടെ രൂപം ബ്രാസ് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഡോറുണ്ട്. അതിനകത്തോട്ട് അന്തിപ്പാസിനെ വെച്ചതിന് ശേഷം, ആ ഡോറ് അടച്ചതിന് ശേഷം തീക്കകത്തിട്ട് അവനെ കൊന്നു എന്നാണ് ചെയ്തത്. കന്യകമാരാകുന്ന, ഹല്ലേലൂയ, ക്രിസ്ത്യാനികളെ, യേശുവിനെ തള്ളിപ്പറയാത്ത പെൺകുട്ടികളെ, ബാശാൻ കൂറ്റങ്ങൾ കാളക്കൂട്ടങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമായിരുന്നു. കാള കുത്തി കൊമ്പിൽ കോർത്ത് ആ യൗവനക്കാരത്തികളായ പെൺകിടാങ്ങളെ, ഹല്ലേലൂയ, കുത്തി എറിയുമ്പോൾ റോമൻ ചക്രവർത്തിമാർ അത് കണ്ട് ആനന്ദിച്ചു. 2 വൃക്ഷങ്ങളുടെ കൊമ്പുകൾ തമ്മിൽ കൂട്ടി ചേർത്ത് വെച്ച് കെട്ടിയതിന് ശേഷം പെൺകുട്ടികളുടെ കാലുകൾ രണ്ടും കൂടെ 2 അഗ്രഹത്തിലും വെച്ച് കെട്ടും. എന്നിട്ട് ഈ കെട്ടിയിരിക്കുന്ന ആ കയറ് അറുത്തുവിടും. പിച്ച് ചിന്തപ്പെടുന്നു. നമ്മള് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കാര്യം വലുതും ഭയങ്കരവുമായ മൃഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ദാനിയേൽ കണ്ടു. ദാനിയേൽ കാണുകയാണ്, ബാക്കിയുള്ളതിനെ ചവിട്ടിക്കളഞ്ഞു. തിന്ന് ശേഷിപ്പിച്ചതിനെ അത് എന്ത് ചെയ്തു? ചവിട്ടിക്കളഞ്ഞു. AD 70 അതാണ് സംഭവിച്ചത്. റോമൻ കൈസറായിരിക്കുന്ന സീസർ വന്ന് അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദേവാലയത്തിന്റെ തറ പോലും തോണ്ടിക്കളഞ്ഞു. അപ്പോൾ ഈ സാമ്രാജ്യങ്ങളെല്ലാം ദൈവം കാണിച്ചത് ജാതീയ സാമ്രാജ്യങ്ങൾ, ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ള സാമ്രാജ്യങ്ങൾ ലോകത്തിലേക്ക് വരുമെന്നും അത് ഇങ്ങനെ ദൈവജനത്തോട് ചെയ്യുമെന്നും ദൈവം നേരത്തെ തന്നെ അപ്രകാരം വരുമെന്ന് ലോകത്തെ നമ്മളെ ചവിട്ടി ചിതറിച്ച് കളയും. റോമൻ സാമ്രാജ്യം ലോകത്തിലേക്ക് വന്ന് യഹൂദനെ എന്ത് ചെയ്തു? ആകാശത്തിന്റെ കീഴിലുള്ള സകല രാജ്യങ്ങളിലേക്കും ചിതറിച്ചു കളഞ്ഞു. ഇന്നും അവർ ചിതറിക്കിടക്കുകയാണ്. ലോക സമുദായ കടലിൽ അവർ ആണ്ട് കിടക്കുകയാണ്. ദൈവം പറയുന്നത്, ഇനി ഞാൻ അവരെ അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ അരിച്ചു കൊണ്ടുവരും. ദൈവം അനുവദിച്ച നാളെ ഇതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത് 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഹല്ലേലൂയ. സിംഹവും അതുപോലെ തന്നെ ചിറകുള്ള സിംഹത്തെ കാണിച്ചത് ബാബിലോൺ സാമ്രാജ്യമാണ്. ചിറക് പറഞ്ഞു പോകുന്നത് അവന്റെ രാജ്യത്വം ദൈവം എടുത്തു മാറ്റുന്നതും മനുഷ്യ ഹൃദയം കൊടുക്കുന്നത് അവന് സുബോധം വരുന്നതും ആണ്. രണ്ടാമതായി ലോക സാമ്രാജ്യത്തിലേക്ക് വന്നത് മേദ്യ പാർശ്യ സാമ്രാജ്യമാണ്. അതിന്റെ ഒരു പാർശ്വം ഉയർത്തിയതിന്റെ കാരണം അതിന്റെ പേർഷ്യൻ സാമ്രാജ്യ ശക്തിയാണ് കൂടുതൽ പ്രബലപ്പെട്ടു വന്നത്. അതിന്റെ വായിൽ 3
വാരിയല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നതിന്റെ കാരണം ആമേൻ അവിടെ ആമേൻ 3 രാജ്യങ്ങൾ അവർ കീഴടക്കി. ബാബിലോൺ കീഴടക്കി, ആമേൻ ഈജിപ്റ്റ് കീഴടക്കി, സിറിയ കീഴടക്കി. 3 രാജ്യങ്ങളെ കീഴടക്കുന്നതിന്റെ അടയാളമാണ് വാരിയലുകൾ കടിച്ചു പിടിച്ചത്. മൂന്നാമതായിട്ട് പുള്ളിപ്പലിക്ക് സദൃശമായി കണ്ടത് ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടറിന്റെ വേഗതയെ കാണിക്കുന്നതാണ് അതിന്റെ ചിറക് എന്ന് നമ്മളെ ചിന്തിച്ചു. അത് മാത്രമല്ല, നാലാമതായിട്ട് ആ ഭാഗം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആമേൻ, ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണം സംഭവിച്ചതിന് ശേഷം 4 തല കാണിച്ചത് 4 ജനറലന്മാർ, അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന 4 ജനറലന്മാർ രാജ്യം വിഭാഗിച്ചെടുത്തു. അതിനെയാണ് ഈ 4 തല ദൈവം കാണിച്ചത്. അത് വേഗത്തിൽ നോട്ട് ചെയ്യേണ്ടവർക്കൊന്ന് എഴുതിക്കോ. 4 ജനറലന്മാർ. സ്തോത്രം. ഒന്നാമത്തെ ജനറൽ ആയിരുന്നു കെസാൻഡോർ. അദ്ദേഹം 2 രാജ്യങ്ങൾ വിഭാഗിച്ചെടുത്തു. ഗ്രീക്കും മാസിഡോണിയയും അദ്ദേഹത്തിന് കിട്ടിയ രാജ്യങ്ങളാണ് കെസാൻഡറിന്. രണ്ടാമത് ലെസിമാക്കസിന് ഏഷ്യ മൈനർ കിട്ടി. സാമ്രാജ്യം വിഭാഗിച്ചപ്പോൾ ഏഷ്യ മൈനർ കിട്ടി. മൂന്നാമത് ടോളമി ആയിരുന്നു ഒരു ജനറൽ. ടോളമിക്ക് കിട്ടിയത് ഈജിപ്റ്റ് ആണ് കിട്ടിയത്. ഈജിപ്റ്റ്. നാലാമത്തത് സെലൂക്കസ് ആയിരുന്നു, അദ്ദേഹത്തിന് സിറിയയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് അവന്റെ സന്തതിക്കല്ല കൊടുക്കുന്നത് എന്നൊരു വാക്ക് അതിനകത്തുണ്ട്. നാലാമത്തെ കിട്ടിയോ വാക്ക്? 7-ാം അധ്യായത്തില് ദൈവം അവന് രാജ്യത്വം കൊടുക്കുമ്പം സ്തോത്രം, ആമേൻ. ഞാനത് പിന്നെ എടുത്തു തരാം. ആ അധ്യായത്തിൽ തന്നെ ഉണ്ട്. ആമേൻ. ഈ അലക്സാണ്ടറിന്റെ രാജ്യം വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവന്റെ സന്തതിക്കല്ല എന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറിന്റെ ശേഷം അവന്റെ സന്തതി ഭരിക്കത്തില്ലെന്ന് നേരത്തെ ദൈവം പറഞ്ഞു. സ്തോത്രം. അലക്സാണ്ടറിന് ഒരു ഇല്ലീഗലായിട്ടൊരു മകനുണ്ടായിരുന്നു. ആ മകനെയും ഈ ജനറലന്മാര് കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സഹോദര പുത്രൻ ഉണ്ടായിരുന്നു, ഒരു മകനുണ്ടായിരുന്നു. അവൻ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മകനായിരുന്നു. ആ മകനെയും ഈ ജനറലന്മാര് കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് ഈ രാജ്യം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ദൈവമക്കൾ ഓർത്തു നോക്കുക, ദൈവവചനത്തിൽ ദൈവം പറഞ്ഞതിന് ഏകദേശം 180 അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുൻപേ ദൈവം പറഞ്ഞതിന് യാതൊരു മാറ്റവും ഇല്ലാതെ സംഭവിച്ചു. അവന്റെ സന്തതിക്കല്ല താനും എന്ന് പറഞ്ഞു. രാജ്യത്വം അവന്റെ സന്തതിക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ആ വിധത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. ദൈവം എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം ആശ്ചര്യമായി സംഭവിച്ചു. നാളെ നമ്മൾ ദൈവം അനുവദിച്ചാൽ അന്ത്യക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ. കർത്താവേ, നീ നൽകിയ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. വചനം പഠിക്കാൻ ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നു. വചനം ധ്യാനിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. വചനത്തിൽ നിന്ന് ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ചുരുക്കമായി ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ